നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. എന്തായാലും കോൾ റെക്കോർഡ് ആയിട്ടുണ്ടാവും. എന്താ പറഞ്ഞത് കേട്ടു വെക്കാം. അത് പിന്നെ ഇവിടുത്തെ എന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാ. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അതുകൊണ്ട് സൂതൻ എനിക്ക് വേണ്ടി ആ ഹർഷയൊന്ന് പോയി കാണണം. കണ്ടിട്ട് എന്റെ അവസ്ഥയൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പറ്റിയാലേ അവളോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. എന്താടോ? അമ്മ എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അച്ഛനെ വിളിച്ചായിരുന്നു. എന്താ സംസാരിച്ചെന്നറിയാൻ ഞാൻ കോൾ റെക്കോർഡിംഗ് ഒന്ന് കേട്ടു നോക്കിയതാ. എന്നിട്ട് എന്താ പറഞ്ഞേ? ദാ സത്യേട്ടൻ തന്നെ ഒന്ന് കേട്ടു നോക്ക്. അപ്പൊ ഇതാണ് ഉദ്ദേശം. ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അമ്മ ഹർഷയെ കാണാൻ തിടുക്കം കാണിക്കുന്നത്. ഒരു രക്ഷയില്ലാത്തോണ്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ തങ്ങി നിൽക്കുന്നത്. എന്തെങ്കിലും വഴി കിട്ടിയാ അമ്മ ഉടനെ ഇവിടുന്ന് ചാടും. അത് ശരിയാ. ഇനിയും ആ ഹർഷയെ കൂട്ടുപിടിക്കാൻ തന്നെയാ ഉദ്ദേശം തോന്നുന്നു. ദേ, നീ എന്തായാലും സൂക്ഷിക്കണം കേട്ടോ. ഫോൺ ഒരു കാരണവശാലും അമ്മയ്ക്ക് കൊടുക്കരുത്. എപ്പോഴും ഫോണ് ലോക്കാക്കി തന്നെ വെക്കണം. ശരി സത്യേട്ടാ. പിന്നെ എന്റെ അമ്മയുടെ സ്വഭാവം ഒരു കാലത്തും മാറാൻ പോകുന്നില്ല, അതുറപ്പാ. ആ ഹർഷയുമായിട്ട് കൂടി നമുക്കെല്ലാവർക്കും പണി തരണമെന്നുള്ള ചിന്ത തന്നെയാ ഇപ്പോഴും ആ മനസ്സിൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ സത്യേട്ടാ. നിങ്ങളും മക്കളും 3 പേരും ഒരുമിച്ച് നിൽക്കുന്നതാ ഇപ്പൊ അമ്മയ്ക്ക് ഏറ്റവും വലിയ പണിയായത്. ഏതായാലും ഈ വീട്ടിൽ ഇനി പഴയ അവസ്ഥയാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ എല്ലാവരും കൂടി മനസ്സമാധാനത്തോടെ കഴിയുക. പിന്നെ നിന്റെ ഫോണിൽ ഹർഷയുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ തപ്പിയെടുത്ത് വിളിച്ചേനെ. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഫോൺ എപ്പോഴും ലോക്കാക്കി വെച്ചാൽ മതി. പിന്നെ ഞങ്ങളുടെ ആരുടെ ഫോൺ എടുക്കാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. സത്യേട്ടൻ റെഡിയാവാൻ നോക്ക്. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ശരി. ഇപ്പൊ വരാവേ. രഘുവേട്ടനാണല്ലോ. അപ്പോ ഇന്നലെ അവള് പറഞ്ഞൊക്കെ സത്യമായിരിക്കും. ഇനി എന്നെ ഒഴിവാക്കി ബെഞ്ചമിന്റെ സഹായത്തിൽ ജീവിക്കാനാവോ ആമിയുടെ പ്ലാൻ? അങ്ങനെയൊക്കെ മാറാൻ ആമി പോലൊരു പെണ്ണിന് പറ്റൂ? അല്ല, പറയാൻ കഴിയില്ല. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവൾ എന്നെ തള്ളി പറഞ്ഞു. പിന്നെയാണോ ഇന്നലെ കണ്ട ആമി? പക്ഷെ രഘുവിന് അങ്ങനെ വിട്ടിയാവാൻ പറ്റില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അമ്മേ, ഫോൺ കേട്ടു മോളെ. ഇവിടെ ഇരിക്കേ.
അതിപ്പോ എടുക്കണ്ട. എടുത്താലേ ശരിയാവില്ല. പൗഡറൊക്കെ ഇട്ടിട്ടെ നമുക്ക് പോവാട്ടോ. പുറത്തേ വണ്ടി വന്ന് കാണും കേട്ടോ. ഇറങ്ങാം. സുന്ദരിയായിട്ടുണ്ട്. വാ പതുക്കെ. ആമി, നീ മനപ്പുറം ഫോൺ എടുക്കാത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ശരിയല്ല ആമി. നിനക്കെന്നെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ നീ കോൾ എടുക്കാതിരുന്നാ ഞാൻ പിന്തിരിഞ്ഞു പോകുന്ന നീ കരുതണ്ട. എനിക്ക് നിന്റെയും മോളുടെയും കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനിന്ന് അങ്ങോട്ട് വരും, നിന്നെ കാണാം. നീ എന്നെ കണ്ടിട്ട് എവിടെയെങ്കിലും പോവാവോ? കേട്ടല്ലോ. ഞാൻ നിന്നെ വിടാതെ പിടികൂടുകയാണെന്ന് തോന്നലൊന്നും വേണ്ട രഘു. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി, അത് പറയാനാ വന്നത്. ഇന്ദ്രൻ വാ, അതോട്ടിരിക്കാം. വേണ്ട രഘു, നമുക്കിവിടെ ഒന്ന് സംസാരിക്കാം. നീങ്ങ വാ. ആ വിനയൻ എന്നോട് പറഞ്ഞത് നീ വലിയ കുരുക്കിലകപ്പെട്ടിരിക്കുകയാണെന്നും അതിൻ്റെ പേരിൽ വീട്ടുകാർ വലിയ ടെൻഷനിലാണെന്നൊക്കെയാ. സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ അതിലും വലിയ പ്രശ്നങ്ങൾ നടക്കുക. അതിനിടയിലാ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വന്നത്. സോറി രഘു, അനുപമ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. വിനയനെ വിശ്വസിച്ചാണ് എനിക്ക് പറ്റിയ തെറ്റ്. സാറില്ല ഇന്ദ്ര, ചീരുവിന്റെ ലൈഫിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി വിനയം ബാക്കിയുള്ളവരൊക്കെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. അക്കാര്യത്തിൽ ഞാൻ മാത്രമേ ഇപ്പൊ അവന് വഴങ്ങാതിരിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്നെ എന്തോ വലിയ തെറ്റുകാരനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിലും വിജയം കണ്ടുകൊണ്ടിരിക്കുക. ഇല്ല രഘു, ഇനി ഒരിക്കലും വിനയന്റെ വാക്ക് വിശ്വസിച്ച് ഞാനൊന്നും ചെയ്യില്ല. ആദ്യം അവൻ ക്ലിയർ ആവട്ടെ, എന്നിട്ടല്ലേ മറ്റുള്ളവരെ അവൻ ക്ലിയർ ചെയ്യേണ്ടത്. ഇതെന്താ ഇന്ദ്രേട്ടൻ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ? കേറുന്നില്ലേ? ഇല്ല മഞ്ചാടി, ഷോപ്പിലേക്ക് പോകുന്ന വഴി ഞാൻ രഘുവിനെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ. കണ്ടു, ഇനി അങ്ങ് പോയേക്കാം. അനുചേച്ചിക്ക് മോന് സുഖമല്ലേ ഇന്ദ്രേട്ടാ? സുഖം. ഒരു ദിവസം ഞങ്ങളും കൂടെ ഇറങ്ങാം. എന്നാ പോട്ടെ രഘു. ഇന്ദ്ര, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട രഘു, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പൊ ശരി, കാണാം. ശരി എന്നാ.